പ്രദേശം ഒഴിവാക്കാനുള്ളൊരു തുള്ളി അങ്ങനെയുള്ള പൊടിക്കൈ വെളുത്തുള്ളി ചതച്ചിട്ടാൽ വീട്ടിൽ കയറില്ല. അങ്ങനെ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ പാമ്പ് തടയാനാണ്? അകറ്റി നിർത്താൻ അങ്ങനെയുള്ള പൊടിക്കൈകൾ, അതായത് പാമ്പുകൾക്ക് നമ്മളെ പോലെ മൂക്കിലൂടെ ഈ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവില്ല. മറ്റൊരു തരത്തിലാണ് ഈ രണ്ടായി പിരിഞ്ഞ നാവിങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക്. ഇന്നലെ ആ ഒരു പയ്യൻ മരിച്ചതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാമ്പ് പോലത്തെ കാറ് വന്നിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇവറ്റകളൊക്കെ പറയുന്നത് പച്ച നുണകൾ തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെവി കേൾക്കത്തില്ല, കണ്ണ് കാണത്തില്ല, ഒരു മണ്ണാങ്കട്ടി അറിയാതെ പാമ്പ് കൃത്യമായിട്ട് വന്നിട്ട് കൃത്യമായിട്ട് നമുക്ക് ചൊട്ടിയിട്ട് പോകുന്നുണ്ട്. അതായത് നമ്മുടെ കാലിന് കൃത്യമായിട്ട് കൊത്തിയിട്ട് പോകുന്നുണ്ട്. ശരി തന്നെയാണ്. അതുമാത്രവുമല്ല, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പം നമ്മൾ എന്താ പറയേണ്ടത്, ഈ പിന്നെ കണ്ണാടി വരിയന എന്നാ മറ്റേ ഇതുണ്ടല്ലോ, എന്നാ അതിന്റെ പേര് മറന്നുപോയപ്പോ ചേനത്തണ്ടൻ, അതിനെ പിടിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ വളഞ്ഞു പിടിച്ച് കടിക്കുന്നുണ്ടല്ലോ. അതൊക്കെ എങ്ങനെയാണ്? പിന്നെ ഇവർക്ക് ഇതൊന്നും കേൾക്കത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? പണ്ട് ബാബാ സുരേഷ് പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് വെളുത്തുള്ളി കഷായം എന്തെങ്കിലും എടുക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില കായങ്ങൾ ഒഴിക്കുക, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പാമ്പ് പോകുക. പാമ്പിന് ഇതിന്റെ സ്മെല്ല് ഭയങ്കരം തന്നെയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഒരു മാളത്തിൽ ഒരു പാമ്പിരിക്കുന്നത്, നമ്മൾ അതിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കായമോ കായത്തിന്റെ ആ ഒരു ഇതോ ഇല്ലെങ്കിൽ വെളുത്തുള്ളി കഷായമോ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പാമ്പ് പെട്ടെന്ന് തന്നെ പുറത്തു വരും. അത് കഴിഞ്ഞ് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാറുണ്ട്. നമ്മളൊക്കെ കണ്ടത് അങ്ങനെയാണ്. ഇന്നലെ ഒരുത്തം വന്നിട്ട് പറയുകയാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇതൊന്നും നടക്കാറില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സാധനമുണ്ട്, അതായത് ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന സാധനമുണ്ട്, അതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ആൾ സാന്നിധ്യം ഉണ്ടെന്ന് കരുതിയിട്ട് പാമ്പ് പോകുമെന്ന് അവൻ പറയുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ഒന്നിക്കൽ ഇവൻ അതിന്റെ നിർമ്മാതാക്കളുമായിട്ട് എന്തെങ്കിലും ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബായിക്ക് വന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞിട്ട് പാടലാണ്. ഇവിടെ എനിക്ക് സുരേഷ് പറഞ്ഞ തന്നെയാണ് ഇഷ്ടം. സുരേഷ് പറഞ്ഞ പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇവനെ പോലെയുള്ള ആൾക്കാർ, ഇയാളെ പോലെയുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യവും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇയാൾ എന്തൊക്കെയാ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഏതായാലും ഒന്ന് കേട്ടു നോക്ക്, എന്നിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. അങ്ങനെയുള്ള വെളുത്തുള്ളി ചതച്ചിട്ടാൽ വീട്ടിൽ കയറില്ല. അങ്ങനെ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ പാമ്പ് തടയാനാണ്? അകറ്റി നിർത്താൻ അങ്ങനെയുള്ള പൊടിക്കൈകൾ, അതായത് പാമ്പുകൾക്ക് നമ്മളെ പോലെ മൂക്കിലൂടെ ഈ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവില്ല. മറ്റൊരു തരത്തിലാണ് ഈ രണ്ടായി പിരിഞ്ഞ നാവ് ഇങ്ങനെ ഇടയ്ക്ക് പുറത്തേക്കിട്ട് ഫ്ലിക്ക് ചെയ്തിട്ട് അതിലൂടെയാണ് അത് ഇരജീവികളുടെ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കുക. നമ്മളെ പോലെ ശ്വാസത്തിനൊപ്പം അതിന് മണം തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ചതച്ചിട്ടാലോ മണ്ണെണ്ണ തളിച്ചാലോ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചാലോ ഒന്നും പാമ്പിന് അതിന്റെ മണ്ണെണ്ണ തളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് ഒഴിവാക്കുകയൊന്നുമില്ല. ഇനിയിപ്പോ തുളസിയോ അല്ലെങ്കിൽ ഈ അണലി വേഗം പോലുള്ള പല സസ്യങ്ങളെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ വെച്ചു പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പാമ്പ് വരില്ല എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. അത്തരം സസ്യങ്ങളിലൊക്കെ അതിൽ തുളസിയിൽ തന്നെ കയറി ചുറ്റി വരഞ്ഞിരുന്ന പാമ്പിനെയൊക്കെ റെസ്ക്യൂ ചെയ്ത കേസുകൾ, അതുപോലെ റേഷൻ കടയുടെ മണ്ണെണ്ണ സ്റ്റോർ ചെയ്യുന്ന റൂമിനകത്തും അതുപോലെ പെട്രോൾ പമ്പിനകത്തും പാമ്പുകൾ ധാരാളമായിട്ട് നമ്മുടെ റെസ്ക്യൂർമാർ റെസ്ക്യൂ ചെയ്യാറുണ്ട്. ഇതിന്റെ ഒന്നും സാന്നിധ്യം പാമ്പിന് മനസ്സിലാകില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ചില പ്രോഡക്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് ഈ ഇനോഡിബിൾ ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻസ് ഇങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യും. അത് കേട്ടിട്ട് പാമ്പ് ആ സ്ഥലത്തേക്ക് വരാതിരിക്കുമെന്ന് പറയാറുണ്ട്. നിർമ്മാതാക്കൾ അങ്ങനെ അവകാശപ്പെടാറുണ്ട്. ബേസിക്കലി പാമ്പ് ശുദ്ധ മണ്ടത്തരെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതായത് ഇത്രയും നാൾ യുവമാർ വേറൊരു കാര്യം പറയാ, ഇപ്പോഴും വന്നിട്ട് വേറൊരു കാര്യം പറയാ, ഒരുത്തം വേറൊരു കാര്യം പറയുന്നു, മറ്റൊരുത്തം വേറൊരു കാര്യം പറയുന്നത്. അല്ല, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രീയപരമായിട്ട് എന്തെങ്കിലും അറിവുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ മാത്രം ഇവമാർ പറ. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടുപോലെ കേട്ടതാണ്. അത് മാത്രവുമല്ല നമ്മൾ പരീക്ഷിച്ചതുമാണ് പലതവണ എന്ന് പറഞ്ഞാൽ ഈ മാളത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ വെളിയിൽ ചാടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെയ്യുന്ന പരിപാടി തന്നെയാണ്. അതിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഒരുത്തം വന്ന് പറയുകയാണ് അതൊന്നും പ്രാവർത്തികമല്ല, അവർക്ക് ചെവിയില്ല, അവർക്ക് കണ്ണില്ല, അവർക്ക് മൂക്കില്ല, അവർക്ക് വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊരുത്തം വന്നിട്ട് ഇങ്ങനെ പറയല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വല്ല എന്താ ഇയാൾ പറയുന്നത്? ഇയാൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഓരോരുത്തന്മാർ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും ഓരോ കാര്യങ്ങൾ വന്ന് പറയും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈഗോക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഈഗോക്കാരാണ്. അതായത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം മാത്രമേ വരാൻ പാടുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബാ സുരേഷ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവനൊന്നും പറയുന്നൊന്നും വരാൻ പാടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണ് ഇതിന്റെ ഒറിജിനൽ ആൾക്കാർ, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണ്. ചില സമയത്തൊക്കെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. അതായത് നമ്മൾ 1ാം റാങ്ക് വാങ്ങിച്ച എഞ്ചിനീയർ ആയിരിക്കാം, പക്ഷെ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ മേസ്തരിക്കാരനോളം ബുദ്ധി വേറെ ആയിരിക്കും ഉണ്ടാവില്ല. അതായത് ഒരു മേസ്തരി പണിയെടുക്കുന്നവന് പലതരത്തിലുള്ള എഞ്ചിനീയറിംഗ് ബുദ്ധികളും ഉണ്ടാകും, പക്ഷെ അവന് ഡിപ്ലോമയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാത്തിലും അഗ്രഗണ്യനായിരിക്കും. ആ ഒരു ഇതൊന്നും 1ാം റാങ്ക് വാങ്ങിച്ചവനുണ്ടാവില്ല.
അതേപോലെ തന്നെയാണ് വാവാ സുരേഷിന്റെ അഗ്രഗണ്യത്തിലൊന്നും വേറെ ആയിരിക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാമ്പിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ആ മനുഷ്യൻ പഠിച്ചിട്ടുണ്ട്, പഠിച്ചതൊക്കെ നമുക്ക് എല്ലാവർക്കും വിളമ്പി തന്നിട്ടുമുണ്ട്. ഇയാൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ ഇയാൾ പറയുകയാണ് അവിടെ മണ്ണെണ്ണ ഉടഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്തിനധികം പറയുന്നു, കുറച്ചു നാൾ മുമ്പ് ഞാൻ കണ്ടതാണ് ഒരു സ്ഥലത്തെ ഇതുപോലെ കുഴിയിൽ ഈ എന്തോ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മണ്ണിലേക്ക് അങ്ങ് എന്തോ കഴിഞ്ഞു പോയി. അതിനുശേഷം അവർ കായം കലക്കി ഒഴിച്ചപ്പോഴേ ആ പാമ്പ് കൃത്യമായിട്ട് വെളിയിലേക്ക് വന്ന് അത് മറ്റൊരു മാളത്തിലേക്ക് കൂടാൻ പോകുമ്പോൾ പിടിച്ച് ഒഴിവാക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇയാൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇയാൾ കൊന്നിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കമ്പനിയെ സഹായിക്കണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു ഉടായിപ്പാണ്, ഇയാൾക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്, ഇയാൾക്ക് അതിനെപ്പറ്റി അറിയില്ല. ഈ മൈക്ക് കിട്ടിയപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വെറൈറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമുള്ളൂ. അങ്ങനെ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ലോകത്തിലെ ആൾ വെച്ചും ഇതൊരു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അടച്ചുറപ്പില്ലാതെ വീടുകളിലെ ആളുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആളുണ്ട്, ജനലില്ലാത്ത ആൾക്കാരുണ്ട്, അതായത് ജനൽപ്പാളിക്ക് വാതിലില്ലാത്ത ആൾക്കാരുണ്ട്, അങ്ങനെ കുടിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വെളുത്തുള്ളിയോ കാര്യങ്ങളോ എടുത്തിട്ട് വീട്ടിന് ചുറ്റി ഒഴിക്കാറുണ്ട്. ഞാൻ എന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പാമ്പിനെ പേടിച്ച് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പഴമക്കാർ പറയുന്നതൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇവനെ പോലെയുള്ള ആൾക്കാർ വന്ന് പറയുന്നത് അതൊന്നും ഫലപ്രദമല്ല, അതൊന്നും നിങ്ങൾ ചെയ്യരുത്. അവൻ എന്താ പിന്നെ ഒരു ഫലപ്രദമായ ഒരു സംഭവം അയാൾക്കൊന്ന് പറയാൻ പറ്റുമോ? അയാൾ പറയുകയാണ് വൈബ്രേഷൻ വേണം, അതിനല്ല പൈസ കൊടുക്കേണ്ടി വരും, അതിന് നല്ല പൈസ കൊടുക്കണം. അപ്പൊ ആരെയോ സഹായിക്കാൻ വേണ്ടിയിട്ട് യോമാരെല്ലാം കൂടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴേ. ഇതിന്റെ പേരും പറഞ്ഞിട്ട്, അതായത് ആ ഒരു പയ്യനെ കടിച്ചതിന്റെ പേരും പറഞ്ഞിട്ട് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുക. അങ്ങനെ ഭീതിയിലാഴ്ത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകും, ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുക. ഇപ്പൊ അതല്ലേ മൊത്തത്തിൽ ചെയ്യുന്നത്. അതായത് ചോട് കൂടിയോ മനുഷ്യന്മാർ ചത്തുപോകുമോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരെ കൊണ്ട് AC വാങ്ങിക്കാൻ വേണ്ടി നോക്കുന്നതാണെന്നില്ലേ? സകലയാളും പോയിട്ട് ഇപ്പൊ AC വാങ്ങിക്കാൻ പോകുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഭയങ്കര ചൂടാണ്, ഭയങ്കര ഇതാണെന്ന് പറ്റും എന്തെല്ലാം പ്രകസനാണ്. നമ്മളെ നാട്ടിൽ ഫാനും മതി, ഫാനിന്റെ അപ്പുറത്ത് വേറെയൊന്നും വേണ്ട. പക്ഷെ ചില ആൾക്കാർ എന്ന് പറയുന്നത് ഇവിടെ എന്തോ ഒരു ഭയങ്കര ചൂടാണ് എന്നുള്ളൊരു പ്രചരണം വരുത്തിച്ച് ആ AC എങ്ങനെയെങ്കിലും ചെലവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുടില ബുദ്ധിത്തരം നടത്തുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ പാമ്പിന്റെ പേരും പറഞ്ഞിട്ട് ഇവ എന്താ പറഞ്ഞത്, ആ ഒരു സാധനം മേടിച്ചാൽ മതി, അതിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ടായി വാങ്ങിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ 1500 റുപ്യ ഉണ്ടാകും. ഈ പാമ്പ് എന്ന് പറയുന്ന സാധനത്തിനെ പേടിച്ചിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അതായത് കുട്ടികളിൽ ഉള്ളതല്ലേ, അതുകൊണ്ട് അത്യാഹിതം എന്തെങ്കിലും വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെല്ലാം പറയുന്ന പൈസ കൊടുത്തത് വാങ്ങിക്കുകയും ചെയ്യും. പക്ഷേ ഇവനെ പോലെയുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ? നമ്മളൊക്കെ പണ്ട് മുതലേ കേട്ടതും പഠിച്ചതുമാണ് ഈ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ കായമോ. ഇനി അതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മൾ ഉപയോഗിക്കും, നമുക്കൊരു ധൈര്യം. അത് അല്ലാതെ നമുക്ക് വലിയ മെഷീനോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാൻ നമുക്ക് പൈസയില്ല. നമുക്കുള്ളൊരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഈ എന്താ പറയുക കായമോ, അതാവുമ്പോൾ കുറച്ച് 10-30 രൂപക്ക് കായം കിട്ടും, ഇല്ലെങ്കിൽ കുറച്ച് വെളുത്തുള്ളി കഷായം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അങ്ങനെ സ്പ്രേ ചെയ്ത് നോക്കൽ, അതാണ് നല്ലത്. ഇയാൾ അതിന് ഉദാഹരണം പറയുന്നത് എന്താ അറിയാം? അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പൊന്നും മൂർഖനെ പിടിക്കുന്നില്ല എന്ന് ഭയങ്കര ഉദാഹരണമാണ് ഈ ചങ്ങായി. ഭയങ്കര ഉദാഹരണമാണ് പറയുന്നത്. എന്തോ വലിയ കാര്യം പോലെ ജനങ്ങളുടെ ഭീതിപ്പെടുത്തേണ്ട പ്ലാനിങ്ങാണ്, അല്ലാതെ ഒരു സമാധാനിപ്പിക്കലോ കാര്യങ്ങളോ ഒന്നും അല്ല. ഭീതിപ്പെടുത്തുക, ഇതൊന്നുമില്ല, പാമ്പ് നിങ്ങളെ കടിച്ചുകൊണ്ടിരിക്കും, പാമ്പ് നിങ്ങളെ കടിച്ചുകൊണ്ടിരിക്കും, ഇതാണ് ഇവനൊക്കെ പറയുന്നത്. അതായത് ഒരു മരുന്നുമില്ല, നിങ്ങളൊക്കെ അനുഭവിക്കണം എന്ന് തന്നെയാണ് ഈ ചങ്ങായി പറഞ്ഞു വെക്കുന്നത്. മണ്ണാങ്കട്ട. ഇങ്ങനെയാണോ ഒരു മാധ്യമത്തിൽ വന്ന് സംസാരിക്കേണ്ടത്? കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടായിരുന്നു. ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നതാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പുച്ഛാ തോന്നുന്നത്. ഏതവനാണ് ഇവൻ? കഷ്ടം തന്നെയായിരുന്നു. ജനങ്ങളെ പ്രതികരിക്കുക.